അമേരിക്കയിൽ സൗത്ത് കരോളിനയിൽ 12 വയസ്സുകാരനായ ജെയ്സൺ കോളിന് അമീബയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി. ജെയ്സന്റെ ജീവനെടുത്തത് തലച്ചോറിനെ കാർന്ന് തിന്നുന്ന അമീബയുടെ ആക്രമണം മൂലമാണെന്ന് ജെയ്സനെ ചികിത്സിച്ച ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. നഗ്ലേറിയ ഫൗളറി എന്നറിയപ്പെടുന്ന അമീബയാണ് കുട്ടിയുടെ മരണത്തിന് കാരണമായത്. ജെയ്സന്റെ ശരീരത്തിൽ ജൂലൈ 7-ന് അമീബ പ്രവേശിച്ചതായി സൗത്ത് കരോളിനയിലെ പൊതുജനാരോഗ്യ വിഭാഗം കണ്ടെത്തിയിരുന്നു. ഒടുവിൽ ജൂലൈ 19-ന് ജെയ്സൺ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കൊളംബിയയ്ക്ക് സമീപമുള്ള മുഴേ തടാകത്തിൽ നീന്തുന്നതിനിടയിലാണ് ജെയ്സന്റെ ശരീരത്തിൽ അമീബ പ്രവേശിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. 2016-ന് ശേഷം സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ആദ്യത്തെ കേസാണിതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 1960-കൾ മുതൽ ഉണ്ടായിട്ടുള്ള 97% കേസുകൾ പരിശോധിച്ചാലും അവ മാരകമായിരുന്നു, അല്ലെങ്കിൽ മിക്കവർക്കും ജീവൻ നഷ്ടപ്പെട്ടതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. 1967 മുതൽ 2024 വരെ അമേരിക്കയിൽ നഗ്ലേറിയ ഫൗളറി അമീബ ബാധിച്ചതായി 167 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ അമീബയെ അതിജീവിച്ച ഇതിൽ 4 പേർ മാത്രമാണ് ഒടുവിൽ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. തടാകങ്ങളിലും നദികളിലും സാധാരണ കാണപ്പെടുന്ന നഗ്ലേറിയ ഫൗളറി അമീബ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് അപൂർവമാണ്. ശുദ്ധജലത്തിലേക്ക് ചാടുകയോ മുങ്ങുകയോ ചെയ്യുമ്പോഴോ ചൂട് നീരുറവകളിൽ തല വെള്ളത്തിന് മുകളിൽ വെക്കുമ്പോഴോ അപകട സാധ്യത കുറയുന്നതിന് മൂക്ക് അടച്ചു പിടിക്കുകയോ അല്ലെങ്കിൽ മൂക്കിൽ ഒരു ക്ലിപ്പ് ധരിച്ചിരിക്കുകയോ ചെയ്യണമെന്നാണ് ഈ രോഗനിയന്ത്രണ പ്രതിരോധ കേന്ദ്രങ്ങൾ ഈ ഒരു അമീബയെ പ്രതിരോധിക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത്. മലിനമായ വെള്ളം വിഴുങ്ങുന്നതിലൂടെയോ അല്ലെങ്കിൽ രോഗബാധിതനായ മറ്റൊരാളിൽ നിന്നോ നിങ്ങൾക്ക് നഗ്ലേറിയ ഫൗളറി അണുബാധ ഉണ്ടാകില്ല. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.